بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ നജ്മിലെ 53 മുതൽ 62 വരെയുള്ള ആയത്തുകൾ, അവസാനം വരെയുള്ള വചനങ്ങൾ ആണ് നമ്മൾ ഇന്ന് പുതിയ പാഠമായി പാരായണം ചെയ്യുന്നത്. ഇതിൽ നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട തജ്വീദ് വശങ്ങൾ: വൽ മുഅ്തഫികത, മുഅ്തഫികത എന്ന് പറയുമ്പോൾ ഹംസ, താ, കാഫ് ഇതൊക്കെയും ശിദ്ദത്തിന്റെ അക്ഷരങ്ങളാണ്. വ്യക്തമായി അത് ഉച്ചരിക്കണം. വൽ മുഅ്തഫികത. ഹംസ മുഅ്തഫികത എന്ന് അവ്യക്തമാക്കി പലരും ഉച്ചരിക്കും. അത് തെറ്റാണ്, സൂക്ഷിക്കണം. വൽ മുഅ്തഫികത. അഹ്വ, അഹ്വ. വാവ് രണ്ട് ചുണ്ടുകളിൽ നിന്ന് തന്നെ അതിന്റെ മഖ്റജിൽ നിന്ന് വ്യക്തമായി ഉച്ചരിക്കുക. അഹ്വ. ഫഗശ്ശാഹ. ഗൈന് തഫ്ഖീമോടുകൂടി ഉച്ചരിക്കേണ്ട ഇസ്തിഅലാഇന്റെ അക്ഷരമാണ്, പെരുപ്പിച്ച്. ഫഗശ്ശാഹ. ഹാ പറയരുത്. ഫഗശ്ശാഹ. മാ ഗശ്ശ. വീണ്ടും ഗൈന് വരുന്നു. ഫബിഅയ്യി, ഫബിഅയ്യി. യാ വ്യക്തമായി അതിന്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. അയ്യി എന്ന് ഒരു അവ്യക്തമായ യാ ആയ ഒരു ശിദ്ദത്തോടു കൂടി അങ്ങനെ വരണ്ട. ഫബിഅയ്യി റഖാവത്തിന്റെ അക്ഷരമാണ്, അയവോടുകൂടി ഉച്ചരിക്കേണ്ട ഹർഫാണ് യാ. ഫബിഅയ്യി ആലാഇ. ഇതിൽ വരുന്ന ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ്. 4-5 ഹർക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ആലാഇ. റബ്ബിക, റബ്ബിക. റാഇ തഫ്ഖീം ചെയ്യണം. അല്ലാത്ത മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരരുത്, സൂക്ഷിക്കുക. തതമാറാ, തതമാറാ. റാഇനും അലിഫിനും തഫ്ഖീം നൽകണം. താഇന് തഫ്ഖീം നൽകരുത്, സൂക്ഷിക്കുക. ഹാദാ നദീറുൻ. 2 ദാൽ വന്നിരിക്കുന്നു, സൂക്ഷിച്ചുച്ചരിക്കുക. നദീറുൻ എന്നതിലെ തൻവീനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകണം. നദീറും മിൻ, മിനൻ നുദുർ. ശദ്ദ നൽകപ്പെട്ട നൂൻ, നൂൻ മുശദ്ദദ മണിക്കണം. മിനൻ നുദുരിൽ ഊല. ഊ എന്നതിലെ ഹംസ വ്യക്തമാക്കി ഉച്ചരിക്കുക. മിനൻ നുദുരിൽ ഊല എന്ന് പറയും പലരും, തെറ്റാണ്, അങ്ങനെ പറയരുത്. അൽ ഊല, ഊ വ്യക്തമായി കേൾക്കണം ഹംസ. മിനൻ നുദുരിൽ ഊല. അസിഫത്തിൽ ആസിഫ. ഒറ്റ ഹർഫ് പോലും തഫ്ഖീമിന്റെ അതില്ല, എല്ലാം ഇസ്തിഫാലിന്റെ തർക്കീഖ് ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. ലൈസ ലഹ മിൻ ദൂനില്ലാഹ്. സാകിന നൂൻ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കണം. കാശിഫ. കാശിഫ പറയരുത്, മറിച്ച് ക ഇസ്തിഫാലിന്റെ അക്ഷരമാണ്. കാശിഫ. അഫമിൻ ഹാദ. സാകിന നൂനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. അഫമിൻ ഹാദ. അൽ ഹദീസ്. ഹ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. തഅജബൂൻ. ഐന് വ്യക്തമാക്കി ഉച്ചരിക്കുക. തഅജബൂൻ. വതദ്ഹകൂന. ളാദ് അതിന്റെ മഖ്റജിൽ നിന്ന് തഫ്ഖീമോട് കൂടി ഉച്ചരിക്കേണ്ട ഹർഫാണ്. വതദ്ഹകൂന. വലാ തബ്കൂൻ. ബാഇന്റെ സുകൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കി ഉച്ചരിക്കണം. വലാ തബ്കൂൻ. വഅൻതും. സാകിന നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. സാകിനായ മീം ആ പദത്തിന്റെ അന്ത്യത്തിൽ വരുന്നു. ഇൽഹാർ ശഫവി നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. വഅൻതും സാമിദൂൻ. ഫസ്ജുദു ലില്ലാഹി വഅബ്ദു. ഫസ്ജുദു ലില്ലാഹി വഅബ്ദു. ഇതിലും തഫ്ഖീമിന്റെ ഒരു ഹർഫ് പോലുമില്ല, എല്ലാം തർക്കീഖ് ചെയ്ത് നേർപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. വഅബ്ദു എന്ന് പറയുമ്പോൾ അവിടെ അധികം ദീർഘം നൽകരുത്. വഅബ്ദു 2 ഹറക്കത്തിന്റെ അളവിൽ തബീഇയായ ദീർഘം മാത്രമാണ് അവിടെ നൽകേണ്ടത്. കൂടുതൽ ദീർഘം നൽകാൻ പാടില്ല, സൂക്ഷിക്കണം. 2 ഹറക്കത്തിന്റെ അളവിൽ
ദീർഘിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. വഅ്ബുദൂ അത്ര മതി. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. والمؤتفكة أهوى فغشاها ما غشى فبأي آلاء ربك تتمارى هذا نذير من النذر الأولى أزفت الآزفة ليس لها من دون الله كاشفة أفمن هذا الحديث تعجبون وتضحكون ولا تبكون وأنتم سامدون فاسجدوا لله واعبدوا